and crocodiles are excellent swimmers, but they are sluggish on land unless they are chasing prey. Some snakes and lizards appear to fly. They actually glide down from a height like tall trees or buildings. Then food habits. Reptiles can be herbivores. They eat plants like cactus and grass. They also have fruits, flowers and leaves. Tortoises and iguanas are herbivores. Most reptiles are carnivores. They eat everything from small insects to fish to deer and buffaloes. Snakes are known to swallow their prey all. Some reptiles like lizards are omnivores. They eat insects as well as plants. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് reptiles ആണ്, ഉരഗങ്ങൾ. അപ്പോൾ നോക്കി, ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൻ അബൌട്ട്. താങ്കൾ തന്നിരിക്കുന്ന പിക്ചേഴ്സ് ഒക്കെ നിങ്ങൾ നോക്കുക. ദേ ഓൾ ബിലോങ് ടു ദ റെപ്റ്റൈൽ ഫാമിലി. ഈ കാണുന്നവയൊക്കെ എന്താണ്? ഉരഗങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നവയാണ്. കുടുംബത്തിൽ ഫാമിലി ഉൾപ്പെടുന്നവയാണ് ഈ മുകളിൽ കാണുന്ന റെപ്റ്റൈൽസുകൾ എല്ലാം. Although they look different, അല്ലേ, നമ്മൾ കാഴ്ചയിൽ നോക്കുമ്പം എല്ലാം ഓരോ ഡിഫറെൻ്റ് ആയിരിക്കും. മുതലാണെങ്കിലും ആമയാണെങ്കിലും എല്ലാം ഡിഫറെൻ്റ് ആണ്, കാണാനായിട്ട് ഡിഫറെൻ്റ് ആണ്. There are some common features in them. പക്ഷേ അവർക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് സവിശേഷതകളുണ്ട്. എല്ലാം സെയിം ആയിട്ടുള്ള കുറച്ച് സവിശേഷതകൾ റെപ്റ്റൈൽസിൽ കാണപ്പെടുന്നു. നോക്കി, ഓരോന്ന് പോയിൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. They are cold blooded. അവരുടെ പറയുന്നത് കോൾഡ് ബ്ലഡഡ് ആണ്, തണുത്ത രക്തമാണ്, ശീതരക്തമാണ് ഈ റെപ്റ്റൈൽസിന് ഉള്ളത്. അവരുടെ ശരീരത്തിലെ ബ്ലഡ് എന്ന് പറയുന്നത് തണുത്ത രക്തമാണ്. നമ്മുടെ ഉന്നത ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു ബേർഡ്സിൻ്റെ ബ്ലഡ് എന്ന് പറയുന്നത് ചൂടുള്ള ബ്ലഡാണെന്ന് പറഞ്ഞു, അല്ലേ? നല്ല ചൂട് ബ്ലഡാണ് അവയുടെ ശരീരത്തിൽ എന്ന് പറഞ്ഞു. പക്ഷേ റെപ്റ്റൈൽസിൻ്റെ ഫാമിലീസിൽ പെട്ടവർക്കെല്ലാം കോൾഡ് ബ്ലഡഡ് ആണ്, തണുത്ത ബ്ലഡാണ് അവർക്കുള്ളത്. അതുകൊണ്ട് ദിസ് മീൻസ് ദേ കനോട്ട് റെഗുലേറ്റ് ദെയർ ബോഡി ടെമ്പറേച്ചർ. അവരുടെ ബോഡി ടെമ്പറേച്ചർ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ശരീര താപനില നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ല. ശരീര താപനില നിയന്ത്രിക്കാനായിട്ട് അവർക്ക് സാധിക്കുകയില്ല. ദേ ഹാവ് ബാക്ക് ബോൺസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ബാക്ക് ബോൺസ് ഇല്ലാത്ത ഫ്ലൈസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു, അല്ലേ? പക്ഷെ ഇവയ്ക്ക് എന്തുണ്ട്? ബാക്ക് ബോൺസ് ഉണ്ട്. അവയ്ക്ക് ബാക്ക് ബോൺസ് ഉണ്ട്. മോസ്റ്റ് റെപ്റ്റൈൽസ് ഹാവ് 4 limbs. അപ്പോൾ അവയ്ക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ മുകളിലത്തെ പിക്ചർ തന്നെ നോക്കുകയാണെങ്കിൽ അവയ്ക്ക് എല്ലാം അല്ലേ, കൈകാലുകളായിട്ട് 4 എണ്ണമാണുള്ളത്, അല്ലേ? ഫ്രണ്ടിലും ബാക്കിലുമായി 4 കൈകാലുകൾ അവർക്ക് കാണപ്പെടുന്നതാണ്. മോസ്റ്റ് റെപ്റ്റൈൽസ് ഹാവ് 4 limbs, അല്ലേ? അവയ്ക്ക് നടക്കുവാനായിട്ട്, അല്ലേ, അവരിങ്ങനെ നടക്കും, അല്ലേ? പല്ലിയൊക്കെ നടക്കുന്ന കണ്ടിട്ടില്ലേ ഫോണിൽ കൂടി? അല്ലെങ്കിൽ ആമയായാലും നിങ്ങൾ സൂവിലൊക്കെ പോകുന്ന സമയത്ത് സൂവിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരിക്കാം, മുതലകൾ, ചീങ്കണ്ണിയൊക്കെ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ അവ 4 കാലുകൾ കൊണ്ടാണ് അവ നടക്കുന്നത്. പിന്നെ പറയുന്നത് സ്നേക്സ് ആർ ആൻ എക്സെപ്ഷൻ. സ്നേക്സ് എന്ന് പറയുന്നത് വേറൊരു വിഭാഗത്തിൽപ്പെട്ടവയാണ്. എന്ന് വെച്ചാൽ സ്നേക്സിന് കാലില്ല, അല്ലേ? കാലില്ല, അവ ഇഴഞ്ഞഴിഞ്ഞാൽ പോകുന്നത്. അത് മാത്രമേ ഉള്ളൂ വേറൊരു ഉരഗങ്ങളാണ് എങ്കിലും വേറൊരു ഗണത്തിൽപ്പെടുന്നത്. മനസ്സിലായോ? വേറൊരു മാറ്റി നിർത്തപ്പെടുന്നത് സ്നേക്സ് മാത്രമാണ്. ഉരഗങ്ങളിൽ മാറ്റി നിർത്തപ്പെടാനുള്ളത് സ്നേക്സ് മാത്രമാണ്. ബാക്കി എല്ലാവയ്ക്കും 4 കാലുകൾ, അല്ലേ? 4 കൈകാലുകൾ ഫ്രണ്ടിലായിട്ടും ബാക്കിലായിട്ടും ആയിട്ട് 4 കൈകാലുകൾ അവയ്ക്കുണ്ട്. പക്ഷെ സ്നേക്സിനുണ്ടോ കാല്? ഇല്ല. അവ ഇഴഞ്ഞായിട്ടാണ് നടക്കുക, അല്ലേ? ദെൻ their bodies are covered with scales. Scales are the folds of the upper layer of skin that has become hard. അപ്പോൾ their bodies are covered with scales. Scales, SEALES, scales എന്ന് വെച്ചാൽ അവയുടെ ശരീരം എന്ന് പറയുന്നത് ചെതുമ്പലുകൾ അല്ലെങ്കിൽ ഒരു പുറം പാളി ഉണ്ടായിരിക്കും. അവയുടെ ശരീരത്തിന് ഒരു തൊലി, അവ ചെതുമ്പൽ ചെതുമ്പൽ എന്ന് പറയാം. അതിന് പുറത്ത് ശരീരത്തിൻ്റെ, ഇപ്പോൾ നിങ്ങൾ മുതലിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ ആമയെ അതുപോലെ പല്ലി, വീട്ടിൽ പല്ലി ഉണ്ടാവും, അല്ലേ? അവയുടെയൊക്കെ ശരീരത്തിന് പുറത്തായിട്ട്
ഒരു ചെതുമ്പൽ പോലെ ഒരു ഭാഗം കാണപ്പെടുന്നു. Scales are the folds of the upper layer of skin that has become hard. അപ്പോൾ ഈ ചർമ്മത്തിന് മുകളിലായി കാണപ്പെടുന്ന ഈ സ്കെയിൽസ് എന്താണ്, അവയെന്ന് പറയുന്നത് വളരെ ഹാർഡാണ്, നല്ല കട്ടിയുള്ളതാണ്. മുതലയുടെയൊക്കെ ശരീരം എന്ന് പറയുന്നത് ഭയങ്കര കട്ടിയാണ്, നല്ല കട്ടിയുള്ള പുറം ഭാഗം എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള ഭാഗമായിരിക്കും അവയുടെ പുറം ഭാഗം. അപ്പോൾ മിക്ക റെപ്റ്റൈൽസിനും എന്തുണ്ട്, ഒരു പുറംതൊലി, ഒരു പുറംതോട് പോലെ എന്താണ് കാണപ്പെടുന്നുണ്ട്, ചെതുമ്പൽ എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ ഒരു ഭാഗം കാണപ്പെടുന്നുണ്ട് ചർമ്മത്തിന് മുകളിലായി. അപ്പോൾ ഈ ചർമ്മത്തിന് മുകളിലുള്ള എന്താണ്, ഒരു മടക്കുകളാണ്. എന്താ പറയുക, സ്കെയിൽസ് ആർ ദ ഫോൾഡ്സ് ഓഫ് ദ അപ്പർ ലെയർ ഓഫ് സ്കിൻ ദാറ്റ് ഹാസ് ബിക്കം ഹാർഡ്. ചർമ്മത്തിന് മുകളിലുള്ള പാളിയുടെ മടക്കുകളാണ് എന്ത്, സ്കെയിൽസ് എന്ന് പറയുന്നത്. അതുപോലെ ഇതെന്താ, ബിക്കം ഹാർഡ്. അവ എന്താണ്, ഹാർഡാണ്, നല്ല കട്ടിയുള്ളതാണ്, നല്ല കട്ടിയുള്ളതാണ് അവയുടെ ശരീരത്തിന് പുറത്തുള്ള ആ ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, ദേ ഹാവ് ലങ്സ് ഫോർ ബ്രീത്തിങ്. അവയ്ക്ക് എന്താണ്, ലങ്സ് ഫോർ ബ്രീത്തിങ്, ശ്വാസകോശം അല്ലെ, ബ്രീത്ത് ചെയ്യാനായിട്ട് അവയ്ക്ക് എന്തുണ്ട്, ശ്വാസകോശം ഉണ്ട്. നമ്മളെപ്പോലെ തന്നെ അവയ്ക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് ശ്വാസകോശം ഉണ്ട്. Some reptiles can live both on land and in water. ചില റെപ്റ്റൈൽസിന് ലാൻഡിലും എന്താണ് വാട്ടറിലും ജീവിക്കാനായിട്ട് അവയ്ക്ക് സാധിക്കുന്നു. വെള്ളക്കരയിലും വെള്ളത്തിലും ജീവിക്കാനായിട്ട് അവയ്ക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ മുതലയെ തന്നെ എടുക്കുകയാണെങ്കിൽ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു. ആമ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നുണ്ട്. പാമ്പുകളാണെങ്കിലും കരയിലും വെള്ളത്തിലും ഒക്കെ ജീവിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ some reptiles can live both on land and in water. ലാൻഡിലും വാട്ടറിലും ജീവിക്കുന്നവ റെപ്റ്റൈൽസ് നമ്മൾ കാണപ്പെടുന്നുണ്ട്. ഇപ്പോൾ റെപ്റ്റൈൽസിനെ കുറിച്ച് മനസ്സിലായോ, കോമൺ ഫീച്ചേഴ്സ് മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നോക്കി ആദ്യത്തെ നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൻ എബോ. മുകളിൽ തന്നിരിക്കുന്ന പിക്ചേഴ്സ് നിങ്ങൾ നോക്കുക. അവയെല്ലാം ഏത് വിഭാഗത്തിൽപ്പെട്ടവയാണ്, റെപ്റ്റൈൽസ് വിഭാഗത്തിൽപ്പെട്ടവയാണ്. മുകളിൽ തന്നിരിക്കുന്നവയെല്ലാം ദേ ആൾ ബിലോങ് ടു ദ റെപ്റ്റൈൽ ഫാമിലി, ഉരക വിഭാഗത്തിൽപ്പെട്ടവയാണ് ഈ കാണിച്ചിരിക്കുന്ന പിക്ചറുകളെല്ലാം. ഓൾദോ ദേ ലുക്ക് ഡിഫറെൻറ്റ്. അപ്പോൾ ഈ കാണാനായിട്ട് എന്താണ്, അവ ഡിഫറെൻ്റ് ആയിരിക്കും, വ്യത്യസ്തമായിരിക്കും അവയെ കാണുവാനായിട്ട്. ദർ ആർ സം കോമൺ ഫീച്ചേഴ്സ് ഇൻ ദം. പക്ഷെ അവയ്ക്ക് എല്ലാം എന്തുണ്ട്, ഒരു കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്, എല്ലാവർക്കും സാമ്യതകൾ ഉണ്ട്. അവർ കാണാനായിട്ട് പല ഷേപ്പായിരിക്കും, പലതരത്തിലായിരിക്കും അവയെ കാണപ്പെടുക, പക്ഷെ അവർക്കെല്ലാം കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്, ദേ ആർ കോൾഡ് ബ്ലഡഡ്. തണുത്ത രക്തമുള്ള റെപ്റ്റൈൽസ് ആണ് അല്ലേ, എന്താണ് കാണുന്നവയാണ് ഈ റെപ്റ്റൈൽസ് എന്ന് പറയുന്നത്. അവയുടെ ബ്ലഡ് എന്ന് പറയുന്നത് കോൾഡ് ബ്ലഡഡ് ആണ്, തണുത്ത രക്തമാണ് അവയുടേത്. ദിസ് മീൻസ് ദേ കനോട്ട് റെഗുലേറ്റ് ദെയർ ബോഡി ടെമ്പറേച്ചർ. അവരുടെ ബോഡി ടെമ്പറേച്ചർ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ശരീര താപനില നിയന്ത്രിക്കാനായിട്ട്, മാനേജ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കില്ല. ദേ ഹാവ് ബാക്ക് ബോൺസ്. അപ്പോൾ ഇവയ്ക്ക് എന്തുണ്ട്, ബാക്ക് ബോൺസ് ഉണ്ട്, ബാക്ക് ബോൺസ് ഉണ്ട് അല്ലേ, നട്ടെല്ലുണ്ട്, ബാക്ക് ബോൺസ് ഉണ്ട്. മോസ്റ്റ് റെപ്റ്റൈൽസ് ഹാവ് 4 limbs. അവയ്ക്ക് എന്തുണ്ട്, മിക്ക റെപ്റ്റൈൽസിനും 4 കാലുകളാണ് കാണപ്പെടുക അല്ലേ, 4 കൈകാലുകൾ കാണപ്പെടുന്നു. സ്നേക്സ് ആർ ആൻ എക്സെപ്ഷൻ. പാമ്പുകൾ എന്താണ്, അത് വേറൊരു വിഭാഗമാണ്. അവയ്ക്ക് എന്തില്ല, 4 കാലുകളില്ല, അവ ഇഴഞ്ഞാണ് നടക്കുക, ഉരകങ്ങളിൽ പെട്ടവയാണ്, ഇഴഞ്ഞാണവ സഞ്ചരിക്കുക. ദെയർ ബോഡീസ് ആർ കവേർഡ് വിത്ത് സ്കെയിൽസ്. ആ സ്കെയിൽസ് കൊണ്ട് അവയുടെ ശരീരത്തെ കവർ ചെയ്തിട്ടുണ്ട്, ഒരു എന്താണ് കട്ടിയുള്ള ഒരു ചെതുമ്പൽ കൊണ്ട് അവയുടെ ശരീരം മൂടപ്പെട്ടിരിക്കുന്നു. Scales are the folds of upper layer of skin that has become hard. ഇപ്പോൾ ചർമ്മത്തിന് മുകളിലുള്ള ഈ പാളിയുടെ മടക്കുകളാണ് സ്കെയിലുകൾ. അപ്പോൾ ഇവ എന്താണ്, ഹാർഡാണ്, നല്ല കട്ടിയുള്ളവയാണ്. പിന്നെന്താ, ദേ ഹാവ് ലങ്സ് ഫോർ ബ്രീത്തിങ്. അവയുടെ ബ്രീത്തിങ്, അപ്പോൾ റെപ്റ്റൈൽസിൻ്റെ ബ്രീത്തിങ്ങിന് എന്താ ഉപയോഗിക്കാം, നമ്മുടെ ലങ്സ് ആണ് അവയ്ക്ക് ബ്രീത്തിങ്ങിന് വേണ്ടി അവ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഫ്ലൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇൻസെക്ട്സ് ആണെങ്കിലും വേറെയാണ് അവരുടെ ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, ലങ്സ് ആണ് ബ്രീത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. സം റെപ്റ്റൈൽസ് ക്യാൻ ലീവ് ബോത്ത് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ. ലാൻഡിലും വാട്ടറിലും ജീവിക്കുന്ന ഉരകങ്ങൾ ഉണ്ട്.
ഓക്കെ, ഇത്രയും മനസ്സിലാവും. ഉരഗങ്ങളെ കുറിച്ചുള്ള പ്രത്യേകത മനസ്സിലായല്ലോ. മനസ്സിലായി. അപ്പോൾ താഴെ ടർട്ടിൽ അല്ലേ, എന്താ ആമ, ആലിഗേറ്റർ, ക്രൊക്കഡൈൽ കണ്ടോ, അവയുടെയൊക്കെ പിക്ചേഴ്സ് കണ്ടല്ലോ, കണ്ടു. അപ്പോൾ അവ മുകളിലുണ്ടെങ്കിൽ അതെടുത്ത് എഴുതുക. ഓക്കെ, ദെൻ മൂവ്മെൻറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. അവയുടെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. Okay, there are distinct ways in which the members of the reptile family move. Four-limbed reptiles like the lizard walk. Some lizards like the basilisk lizard can run on its hind legs. Snakes move using their muscles and scales. Some snakes move using a movement called side winding. While moving on smooth surfaces, some reptiles swim in water with special features on their body. The sea turtle has webbed feet. The sea snakes have flat tails that they use as paddles. Alligator and crocodiles are excellent swimmers, but they are sluggish on land unless they are chasing prey. Some snakes and lizards appear to fly. They actually glide down from a height like tall trees or buildings. About movements, they are distinct ways in which the members of the reptile family move. അപ്പോൾ ഈ reptile ഫാമിലിയിൽ പെട്ട ഇവയെല്ലാം മൂവ് ചെയ്യുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. പലരും പല രീതിയിലാണ് അവയെല്ലാം മൂവ് ചെയ്യുന്നത്. എങ്ങനെയാണ്? four-limbed reptiles like the lizard walk. അപ്പം പല്ലി നടക്കുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ നടക്കുന്ന എന്താണ് 4 കാലുകളുള്ള ഉരഗങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞു മോസ്റ്റ് reptiles have four-limbed അല്ലേ. അപ്പോൾ അവയ്ക്ക് എന്താണ്, പല്ലികൾ നടക്കണ പോലെ നടക്കുവാനായിട്ട് 4 കാലുകളുള്ള ഉരഗങ്ങൾ ഉണ്ട്. പിന്നെന്താ പറയുന്നത്? Some lizards like the basilisk lizard can run on its hind legs. അപ്പോൾ അവയുടെ ഈ എന്താണ് ബാസിലിസ്ക് ലിസാർഡ് എന്ന് പറയുന്ന ആ ഉരഗത്തിന് എന്താണ് അവയുടെ പിൻകാലുകൾ അല്ലേ, എന്താണ് അവയുടെ ഹിൻഡ് ലെഗ്സ് ഉപയോഗിച്ച് പിൻകാലുകൾ ഉപയോഗിച്ച് അവയ്ക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു? കുതിച്ച് ചാടാനായിട്ട് അല്ലേ. സം ലിസാർഡ്സ് ലൈക്ക് ബാസിലിസ്ക് ലിസാർഡ് ക്യാൻ റൺ ഓൺ ഇറ്റ്സ് ഹിൻഡ് ലെഗ്സ്. എന്താണ് കുതിച്ച് ഓടുവാനായിട്ട് പിൻകാലുകൾ ഉപയോഗിച്ച് ഓടാനായിട്ട് അല്ലേ, ചാടാനായിട്ട് അല്ലെങ്കിൽ ഓടാനായിട്ട് അവയ്ക്ക് സാധിക്കുന്നു. ബാസിലിസ്ക് ലിസാർഡ്സ് പോലെയുള്ളവയ്ക്ക് പിൻകാലുകൾ ഉപയോഗിച്ചിട്ടാണവ ഓടുന്നത്. അവയുടെ പിൻകാലുകൾ ഉപയോഗിച്ചാണവ ഓടുന്നത്. സ്നേക്സ് മൂവ് യൂസിങ് ദെയർ മസിൽസ് ആൻഡ് സ്കെയിൽസ്. അപ്പോൾ പാമ്പുകൾ അവയുടെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്? അവയുടെ മസിൽസ് ആൻഡ് സ്കെയിൽസ് ഉപയോഗിച്ചിട്ടാണ് അവ മൂവ് ചെയ്യുന്നത്. മസിൽസ് എന്ന് വെച്ചാൽ എന്താ? അവയുടെ പേശികളും അതുപോലെ സ്കെയിൽസ് അവയുടെ പുറംതൊലി അല്ലേ. ഈ പാമ്പ് പടം പൊഴിക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. അപ്പോൾ അവയുടെ പുറംതൊലി എന്താണ്? അവ ചെന്നിച്ച സമയത്ത് അവയുടെ പുറംതൊലി ഉരിച്ച് കളഞ്ഞിട്ട് പുതിയത് രൂപപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മൾ പാമ്പ് പോകുന്ന ചില സ്ഥലങ്ങളിലൊക്കെ പാമ്പിൻ്റെ തൊലിയൊക്കെ കാണാറുണ്ട് അല്ലേ. അപ്പോൾ അതാണ് അവയുടെ സ്കെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മിക്ക ഉരകങ്ങൾക്കും എന്തുണ്ട്? പുറംതൊലി ഉണ്ട് അല്ലേ, പുറംതോട്. അതുപോലെ ഒരു സംഭവമാണ് അവർക്കുള്ളത്. അപ്പം അവയുടെ ഹെൽപ്പോട് കൂടിയും അതുപോലെ മസിൽസ് പേശികളുടെ ഹെൽപ്പോട് കൂടിയുമാണ് അവ ഇഴയുന്നത് അല്ലേ. സ്നേക്സ് എങ്ങനെയാണ്? എഴഞ്ഞെഴഞ്ഞാണ് പോകുന്നത് അല്ലേ. അത് ഓടുകയോ അല്ലെങ്കിൽ ചാടുകയോ ഒന്നും ചെയ്യുന്നില്ല. അവ മണ്ണിൽ കൂടെ എഴഞ്ഞാണ് പോകുന്നത്. അവയുടെ പേശികൾ ഉപയോഗിച്ചും അതുപോലെ അവയുടെ സ്കെയിൽസ് അല്ലേ, പുറംതൊലി ഉപയോഗിച്ചുമാണ് അവ ഇഴഞ്ഞ് പോകുന്നത്. ഓക്കെ, ദെൻ അടുത്തെന്താ പറയുന്നത്? സം സ്നേക്സ് മൂവ് യൂസിങ് എ മൂവ്മെൻറ്റ് കോൾഡ് സൈഡ് വിൻഡിങ് വൈൽ മൂവിങ് ഓൺ സ്മൂത്ത് സർഫസസ്. അപ്പം മിനുസമാർന്ന തറയുണ്ടാവും അല്ലേ. ഈ മണ്ണ് നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന ആ ഒരു തറ അല്ലാണ്ട് മിനുസമുള്ള നമ്മുടെ ലാൻഡ് അല്ലേ, മിനുസമാർന്ന തറയുണ്ടാവും. അപ്പോൾ അതുവഴി ഈ സ്നേക്സ് മൂവ് ചെയ്യും. അതെങ്ങനെയാണ് മൂവ് ചെയ്യുക? താഴെ ഒരു പിക്ചർ ഉണ്ടോ? സൈഡ് വിൻഡിങ് സ്നേക്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോലെ കണ്ടോ? അപ്പോൾ അങ്ങനെയായിരിക്കും എന്താണ് ഈ സ്നേക്സ് സ്മൂത്ത് സർഫസിൽ കൂടെ
എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. അതിനെ വിളിക്കുന്ന പേരാണ് സൈഡ് വിൻഡിങ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ എന്താണ്, അവയ്ക്ക് ഭയങ്കര പാടായിരിക്കും നല്ല ഈ മിനുസമുള്ള പ്രതലത്തിൽ കൂടെ, നമ്മുടെ മാർബിൾ ആയാലും അല്ലെങ്കിൽ ഈ തറയിലൊക്കെ ഇടുന്ന പോലത്തെ അല്ലേ, നമ്മുടെ വീട്ടിലിടുന്ന അതുപോലത്തെ വസ്തുക്കളിൽ കൂടെ എഴയുവാനായിട്ട് അവയ്ക്ക് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അവ എന്ത് ചെയ്യും, ഇങ്ങനെ എഴഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ സ്മൂത്ത് സർഫസിൽ കൂടെ എഴയുന്നതിന് പറയുന്ന പേരാണ് സൈഡ് വിൻഡിങ്. സൈഡായിട്ട് ഇങ്ങനെ ആയിരിക്കും പോവുക. സാധാരണ ജസ്റ്റ് ഒരു ഇതിലായിരിക്കും പോകുന്നത്, പക്ഷേ എന്താണ്, ഈ സ്മൂത്ത് സർഫസസിൽ കൂടെ സ്നേക്സ് മൂവ് ചെയ്യുമ്പോൾ അവ ഭയങ്കരമായിട്ട് വളഞ്ഞായിരിക്കും പോവുക, നല്ലതുപോലെ വളഞ്ഞായിരിക്കും പോവുക. കണ്ടോ, സൈഡ് വിൻഡിങ് സ്നേക്സ് കണ്ടോ, അങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ സ്മൂത്ത് സർഫസിൽ കൂടെ മൂവ് ചെയ്യുന്ന സ്നേക്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സൈഡ് വിൻഡിങ് എന്ന് പറയുന്നത്. സൈഡ് വിൻഡിങ്. ഓക്കെ ആണോ? ഓക്കെ. ദെൻ നോക്കിയേ, സം reptiles swim in water with special features on their body. ചില റെപ്റ്റൈൽസ് അവയുടെ ശരീരത്തിലുള്ള സ്പെഷ്യൽ ഫീച്ചർ, അവരുടെ ശരീരത്തിന് ഒരു പ്രത്യേകത ഉണ്ടാകും. ആ പ്രത്യേകതകൾ ഉപയോഗിച്ച് അവയ്ക്ക് സ്വിം ചെയ്യാനായിട്ട് സാധിക്കും. ചില റെപ്റ്റൈൽസിന്, ചില ഉരകങ്ങൾക്ക് അവയുടെ ശരീരപ്രകൃതി അല്ലെ, അവയുടെ എന്താണ് സവിശേഷതകൾ ഉപയോഗിച്ച് അവയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സ്വിം ചെയ്യാൻ അല്ലെ, വെള്ളത്തിൽ മുങ്ങാനായിട്ട്, നീന്താനായിട്ട് സാധിക്കും. The sea turtle was webbed feet. The sea turtle എന്താണ്, കടലാമ. sea turtle കടലാമകൾക്ക് എന്താണ്, അവയുടെ പാദം എന്ന് പറയുന്നത്, അവയുടെ കാലുകൾ എന്ന് പറയുന്നത് വെബ്ഡ് ഫീറ്റ് ആയിരിക്കും. നമ്മൾ മുന്നേ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഫീറ്റിൻ്റെ അല്ലേ, വെബ്ഡ് ഫീറ്റ്, ബേർഡ്സിൻ്റെ പാഠത്തിൽ നമ്മൾ പഠിച്ചു വെബ്ഡ് ഫീറ്റ്. ആർക്കാണ് വെബ്ഡ് ഫീറ്റ് ഉണ്ടായിരിക്കുക? ഡക്കിൻ്റെ അല്ലേ, ഡക്കിൻ്റെ ഫീറ്റ് എങ്ങനെയാണ്, വെബ്ഡ് ഫീറ്റ് ആണ് അല്ലേ. അത് ആ ഒരു കാലിൻ്റെ പുറംതൊലിൻ്റെ ആ ഒരു കാല്, അതിൻ്റെ മുകളിലായിട്ട് എന്ത് ചെയ്യും, പുറംതൊലി കൊണ്ട് മൂടപ്പെട്ടിരിക്കും അല്ലേ, പുറംതൊലി കൊണ്ട് മൂടപ്പെട്ടിരിക്കും. ആ സെയിം തന്നെയാണ് എന്താണ് കടലാമ, സീ ടേർട്ടിലിനും ഉള്ളത്. അവയുടെ കാലുകൾ എന്ന് പറയുന്നത് എന്താ, സീ ടേർട്ടിൽ, അവയുടെ ഫീറ്റ് എന്ന് പറയുന്നത് വെബ്ഡ് ഫീറ്റ് ആണ് അല്ലേ. അപ്പോൾ സീയിൽ കൂടെ നീന്തുവാൻ വേണ്ടിയിട്ട് അവയുടെ ആ ഫീറ്റ് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പം ഡക്ക് എങ്ങനെയാണ്, വെള്ളത്തിൽ ആ ഒരു നീന്തുവാൻ വേണ്ടിയിട്ട് അല്ലേ. ഇപ്പോൾ ഡക്ക് വെള്ളത്തിൽ കൂടെ നീന്തുക, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫീറ്റ് പോലെ ആമയ്ക്ക്, ആ കടലാമയ്ക്കും അതുപോലെയുള്ള കാൽപാദങ്ങളാണ് അവയ്ക്കുള്ളത്. ഓക്കെ. ദ സീ സ്നേക്സ് ഹാവ് ഫ്ലാറ്റ് ടെയിൽസ് ദാറ്റ് ദേ യൂസ് എ പാഡൽസ്. അപ്പോൾ സീ സ്നേക്ക്, കടൽ പാമ്പുകൾ എന്ന് പറയുമ്പോൾ അവയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കടൽ പാമ്പുകളുടെ വാലെന്ന് പറയുന്നത് എന്താണ്, ഫ്ലാറ്റ് ടെയിൽസ് ആണ്, പരന്ന വാലുകളായിരിക്കും. അവയുടെ ബാക്കിൽ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് പരന്ന വാലുകളായിരിക്കും കടൽ പാമ്പുകൾക്ക് ഉള്ളത്. അപ്പം ദാറ്റ് ദേ യൂസ് ആസ് പാഡൽസ്, അതൊരു തുഴയായിട്ട് അല്ലേ. നമ്മൾ വള്ളം തുഴയും അല്ലേ, വള്ളം തുഴയുന്ന തുഴ കണ്ടിട്ടില്ലേ. ഇപ്പം ഇങ്ങനെയാണ് വള്ളം ഇങ്ങനെ തുഴയുമ്പോൾ ആ ഒരു വെള്ളത്തിനനുസരിച്ച് വള്ളം മുന്നോട്ട് പോകും അല്ലേ. അപ്പോൾ അതുപോലെ സെയിമായിട്ട് ആ ഫ്ലാറ്റ് എന്താണ് ടെയിൽസ് ആണ് അവയെ മുന്നോട്ട് നീങ്ങുവാനായിട്ട് തുഴയായി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ വാലുകൾ ഉപയോഗിച്ചിട്ടാണ് അവ ഇഴഞ്ഞ് വെള്ളത്തിൽ കൂടെ മുന്നോട്ടേക്ക് പോകുന്നത് കടൽ പാമ്പുകൾക്ക്. ഓക്കെ. എന്താ, ദ സീ സ്നേക്സ് ഹാവ് ഫ്ലാറ്റ് ടെയിൽസ് ദാറ്റ് ദേ യൂസ് ആസ് പാഡൽസ്. Then alligators and crocodiles are excellent swimmers. അപ്പോൾ അലിഗേറ്റേഴ്സിനും അതുപോലെ ക്രൊക്കഡൈലും മുതലയൊക്കെ എന്താണ്, എക്സലൻറ്റ് സ്വിമ്മേഴ്സ് ആണ് അല്ലേ, നല്ല നീന്തൽക്കാരാണ്. ബട്ട് ദേ ആർ sluggish on land unless they are chasing prey. പക്ഷേ എന്താണ്, അവ കരയിലായിരിക്കുന്ന സമയത്ത് മുതലകൾ എന്താണ്, കരയിലും വെള്ളത്തിലുമാണ് കാണപ്പെടുക. വെള്ളത്തിലായിരിക്കുന്ന സമയത്ത് അവ നല്ല നീന്തൽ സ്വിമ്മേഴ്സ് ആണ്. അപ്പോൾ അവയുടെ ഇരയെ പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്ത് പിടിക്കാനായിട്ട് പറ്റും. അവയുടെ ഇര വെള്ളത്തിലുണ്ടെങ്കിൽ അവ പെട്ടെന്ന് അവയ്ക്ക് പിടിക്കാനായിട്ട് സാധിക്കും. പക്ഷേ കരയിലായിരിക്കുന്ന സമയത്ത് ഈ മുതലകൾക്ക് എന്താണ്, മുന്നോട്ടേക്ക് പെട്ടെന്ന് നീങ്ങുവാനായിട്ട് അവയ്ക്ക് സാധിക്കില്ല. അപ്പോൾ അവയുടെ ഇരയെ കരയിൽ വെച്ച് അവയ്ക്ക് പിടിക്കാനായിട്ട് അവയ്ക്ക് എന്തായിരിക്കും, ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ടാണ് മുതലകൾ വെള്ളത്തിൽ താഴ്ന്നു കിടക്കും. ആ സമയത്ത് വല്ല മാനോ മുയലോ ഒക്കെ വെള്ളം കുടിക്കാൻ വരുന്ന സമയത്ത് വെള്ളത്തിൽ നിന്നും പെട്ടെന്ന് കുതിച്ചു ചാടി അതിൻ്റെ ഇരയെ കൊന്ന് തിന്നുന്നത്. ഓക്കെ. അപ്പോൾ ആ മുതലകൾക്ക് കരയിലായിരിക്കുന്ന സമയത്ത് അവയുടെ ഇരയെ പിടിക്കാനായിട്ട് അവയ്ക്ക്
പാടാണ്. അതുകൊണ്ടാണ് വെള്ളത്തിൽ വെച്ച് അവ പിടിക്കുന്നത്. വെള്ളത്തിൽ താഴ്ന്നിരിക്കും, അപ്പോൾ അറിയത്തില്ല, അനക്കമില്ലാണ്ട് ഇങ്ങനെ കിടക്കും. ആ സമയത്ത് മാനോ മുയലോ ഒക്കെ വന്ന് വെള്ളം കുടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മേയുന്ന സമയത്ത് പെട്ടെന്ന് ചാടി പിടിച്ചിട്ടാണ്, അവയുടെ കഴുത്തിന് ചാടി പിടിച്ചാണ് അവ എന്ത് ചെയ്യാം, ഭക്ഷിക്കുന്നത്. ഓക്കെ, alligators and crocodiles are excellent swimmers, but they are sluggish on land unless they are chasing prey. അവയുടെ ഇരയെ പിടിക്കാനായിട്ട് അവയ്ക്ക് എന്താണ്, വളരെ പാടാണ്. Some snakes and lizards appear to fly. ചില സ്നേക്സും എന്താണ്, ലിസാർഡ്സും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഫ്ലൈ ചെയ്യാറുണ്ട്, പറക്കാറുണ്ട്. അതെന്താണ്, ദേ ആക്ച്വലി ഗ്ലൈഡ് ഡൗൺ ഫ്രം എ ഹൈ ലൈക്ക് ടോൾ ട്രീസ് ഓർ ബിൽഡിങ്സ്. പക്ഷെ ആക്ച്വലി അവർ എന്ത് ചെയ്യാണ്, ഗ്ലൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താണ്, ഫ്രം ഹൈറ്റ് ലൈക്ക് ടോൾ ട്രീസ് ഓർ ബിൽഡിങ്സ്. ടോൾ ട്രീസ് അല്ലേ, നല്ല ഉയരമുള്ള മരത്തിൽ നിന്നോ അല്ലെങ്കിൽ ബിൽഡിങ്ങിൽ നിന്നോ അടുത്ത മരത്തിലേക്ക് ചാടുകയോ അല്ലെങ്കിൽ താഴേക്ക് ലാൻഡ് ചെയ്യുകയോ ചെയ്യുന്നതാണ്. പെട്ടെന്ന് ഗ്ലൈഡ് ചെയ്തല്ലേ, മുകളിൽ നിന്ന് ഇങ്ങനെ അങ്ങ് താഴേക്ക് ഗ്ലൈഡ് ചെയ്താണ് അവ പോകുന്നത്. അപ്പോൾ അവ ശരിക്കും അവ എന്താ, നമ്മുടെ പക്ഷികൾ പറക്കുന്ന പോലെ പറക്കുന്നതല്ല, ആക്ച്വലി അവ എന്ത് ചെയ്യാണ്, ഗ്ലൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. നല്ല ഉയരമുള്ള മരത്തിൽ നിന്നോ അല്ലെങ്കിൽ എന്താണ് ബിൽഡിങ്ങിൽ നിന്നോ, പല്ലികളാണെങ്കിൽ ലിസാർഡ്സ് ഒക്കെ ആണെങ്കിൽ ഒരു ബിൽഡിങ്ങിൽ നിന്ന് അടുത്ത ബിൽഡിങ്ങിലോട്ട് ഇങ്ങനെ പെട്ടെന്ന് ഗ്ലൈഡ് ചെയ്ത് ചാടി പോകാറുണ്ട്. അതുപോലെ പാമ്പുകളാണെങ്കിലും മരത്തിൽ നിന്ന് പെട്ടെന്ന് താഴേക്ക് എന്താണ് ഗ്ലൈഡ് ചെയ്ത് പോകാറുണ്ട്. ഓക്കെ, അപ്പോൾ അവ ശരിക്കും എന്താ, പറക്കുക എന്നാണ് പറയുക, പക്ഷേ ശരിക്കും പറക്കുകയല്ല ചെയ്യുന്നത്, അവ ഗ്ലൈഡ് ചെയ്യാണ്. ഗ്ലൈഡ് മീൻസ് എന്നാ, അവിടെ നിന്ന് ഇങ്ങനെ ഒരു ബിൽഡിങ്ങിൽ നിന്ന് അടുത്ത ബിൽഡിങ്ങിലോട്ട് ഇങ്ങനെ നമ്മൾ ചാടിപ്പോകത്തില്ലേ, അതുപോലെ അവ ഇങ്ങനെ ഫ്ലാറ്റ് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്, താഴേക്ക് ചാടുകയാണ് ചെയ്യുക. ഓക്കെ ആണോ, മൂവ്മെൻറ്റ് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. ഇനി ദെൻ ഫുഡ് ഹാബിറ്റ്സ് ആണ്. ഫുഡ് ഹാബിറ്റ്സ്, അവയുടെ ഭക്ഷണക്രമം എങ്ങനെയാണെന്നുള്ളത്. Reptiles can be herbivores. They eat plants like cactus and grass. They also have fruits, flowers and leaves. Tortoises and iguanas are herbivores. Most reptiles are carnivores. They eat everything from small insects to fish to deer and buffaloes. Snakes are known to swallow their prey all. Some reptiles like lizards are omnivores. They eat insects as well as plants. അപ്പോൾ ഫുഡ് ഹാബിറ്റ്സ്, അവയുടെ ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറയുന്നതും വ്യത്യസ്ത തരത്തിലുള്ളവയാണ്. അതെങ്ങനെയാണ്, reptiles can be herbivores. ഉരകങ്ങൾ എന്താണ്, മിക്ക ഉരകങ്ങളും എന്താണ് ഹെർബിവോസ് ആണ്, സസ്യഭുക്കുകളാണ്. They eat plants like cactus and grass. അവ എന്ത് ചെയ്യുന്നു, കാക്ടസ് കള്ളിമുൾ ചെടി അതുപോലെ ഗ്രാസ് പുല്ലുകളൊക്കെയാണ് അവ കഴിക്കുന്നത്. They also have fruits, flowers and leaves. അവ ഫ്രൂട്ടും പഴങ്ങളും പൂക്കളും അതുപോലെ ഇലകളും ഭക്ഷിക്കാറുണ്ട്. അപ്പോൾ റെപ്റ്റൈൽസ് വിഭാഗത്തിൽപ്പെട്ട മിക്ക റെപ്റ്റൈൽസും എന്താണ്, സസ്യഭുക്കുകളാണ്. reptiles can be herbivores. reptiles സസ്യഭുക്കുകളാണ്. They eat plants like cactus and grass. They also have fruits, flowers and leaves. അവ കഴിക്കുന്നത് കള്ളിമുൾ ചെടി, എന്താണ് കാക്ടസ് അതുപോലെ എന്താണ് ഗ്രാസ് പുല്ലുകളൊക്കെയാണ് കഴിക്കുക. അതുകൂടാതെ തന്നെ അവ ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, ലീവ്സ് എന്നിവയും കഴിക്കാറുണ്ട്. ടോർട്ടോയിസ് ആൻഡ് ഇഗ്വാനാസ് ആർ ഹെർബിവോസ്. ടോർട്ടോയിസ് ആമയും അല്ലെ, ആമ നമ്മുടെ ആമ അതുപോലെ ഇഗ്വാനകളും എന്താണ്, ഹെർബിവോസ് ആണ്. ഇപ്പോൾ ഇഗ്വാനാസിനെയൊക്കെ നമ്മൾ വീട്ടിൽ വളർത്താറുണ്ട്, നമ്മൾ ടി വിയിലൊക്കെ കാണാറുണ്ട് അല്ലെ, ഇഗ്വാനേനെയൊക്കെ വീട്ടിൽ വളർത്തുന്നത്. അപ്പോൾ ഈ ടോർട്ടോയിസ് ആണെങ്കിലും ഇഗ്വാനാസ് ആയാലും എന്താണ്, ഹെർബിവോസ് ആണെന്നാണ് പറയുന്നത്. ദെൻ മോസ്റ്റ് റെപ്റ്റൈൽസ് ആർ കാർണിവോസ്. മിക്ക ഉരകങ്ങളും എന്താണ്, കാർണിവോസ് എന്താണ് മാംസഭുക്കുകളായിട്ടുള്ള ഉരകങ്ങളും ഉണ്ട്. They eat everything from small insects to fish to deer and buffaloes. അവ എന്താണ്, സ്മോൾ ഇൻസെക്ട്സിനെ കഴിക്കാറുണ്ട്, ഫിഷിനെ കഴിക്കാറുണ്ട്, അതുപോലെ മാൻ, ബഫലോ, ഈ മുതലയൊക്കെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളത്തിൽ താഴ്ന്നു കിടന്നതിന് ശേഷം മാനോ അല്ലെങ്കിൽ പോത്തോ ഒക്കെ വെള്ളം കുടിക്കാൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അത് മേയാൻ അത് പുല്ല് കഴിക്കാൻ വരുന്ന സമയത്ത് പെട്ടെന്ന് ചാടി പിടിക്കുക കഴിക്കാറുണ്ട്. അപ്പോൾ എന്താ, they eat everything from small insects. ചെറിയ കുഞ്ഞ് ഇൻസെക്ട്സിനെ കഴിക്കാറുണ്ട്, അതുപോലെ ഫിഷ്, മീൻ, ഡീർ ആൻഡ് ബഫലോസ്, മാനിനെയും ബഫലോസിനെയും ഒക്കെ അവ ഭക്ഷിക്കാറുണ്ട്.
സ്നേക്സ് ആർ നോൺ ടു സ്വാലോ ദെയർ പ്രേസ് ഓൾ. അപ്പോൾ സ്നേക്സ്, പാമ്പ് എങ്ങനെയാണ് അവയുടെ ഇരയെ തിന്നുക? വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. കടിച്ച് തിന്നോ അല്ലെങ്കിൽ പിച്ചുപറിച്ചെടുക്കുകയൊന്നും അല്ല ചെയ്യുന്നത്, അതേപോലെ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. പാമ്പ് ഇപ്പോൾ താറാവിനെ അല്ലെങ്കിൽ കോഴിയെ കിട്ടാനുണ്ടെങ്കിൽ അവയെ വരിഞ്ഞു മുറുകി ശ്വാസം മുട്ടിക്കും. അതിനുശേഷം അവ ചത്തു കഴിയുമ്പോൾ അത് അതുപോലെ അങ്ങ് വയറ്റിലേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇറക്കും. നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്, ആട്ടിൻകുട്ടി കഴിച്ചു അതുപോലെ താറാവിനെ വിഴുങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ആട്ടിൻകുട്ടീൻ്റെ ആ വയറ്റിൽ, പാമ്പിൻ്റെ വയറ്റിൽ, പെരുമ്പാമ്പിൻ്റെ ഒക്കെ വയറ്റിൽ ആട്ടിൻകുട്ടി അതുപോലെ കിടക്കുന്നതായിട്ടൊക്കെ നമ്മൾ ടി വിയിലൊക്കെ കാണാറുണ്ട് അല്ലേ. അപ്പോൾ പാമ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഇരയെ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ വായിൽ ഉൾക്കൊള്ളുന്നതിനേക്കാൾ വലിയ അല്ലേ, ആട്ടിൻകുട്ടി എന്നൊക്കെ പറയുമ്പോൾ വലുതാണ് അല്ലേ. അപ്പോൾ അതിനെ അതുപോലെ വിഴുങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ അത്രയ്ക്ക് ഉള്ളിൽ ആ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അതുപോലെ വിഴുങ്ങി അതൊരു സ്ഥലത്ത് ചുരുണ്ടുകൂടി അവിടെ കിടക്കും. അത് ദഹിക്കുന്നത് വരെ അത് ചുരുണ്ടുകൂടി അവിടെ കിടക്കും. ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലായോ? ദെൻ അടുത്ത എന്താ എഴുതിയിരിക്കുന്നത്? Some reptiles like lizards are omnivores. Some reptiles like lizards. നമ്മുടെ ലിസാർഡ്സ്, പല്ലികളൊക്കെ അവയൊക്കെ ഓംനിവോഴ്സ് ആണ്. മാംസഭുക്കുമാണ് അല്ലെങ്കിൽ സസ്യഭുക്കും, രണ്ടുമാണ് ഓംനിവോഴ്സ് എന്ന് പറയുന്നത്. ദേ ഈറ്റ് ഇൻസെക്ട്സ് ആസ് വെൽ ആസ് പ്ലാന്റ്സ്. അവ ഇൻസെക്ട്സിനെ കഴിക്കുന്നു, അതുപോലെ തന്നെ പ്ലാന്റ്സും കഴിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റെപ്റ്റൈൽസ് മനസ്സിലായ എല്ലാവർക്കും? മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമ്മളത് നല്ലതുപോലെ വായിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക. അപ്പോൾ നമ്മളിവിടെ താഴെ പറഞ്ഞ പിക്ചേഴ്സ് അല്ലേ, ഏതൊക്കെയാണ്? ഹെർബിവോ, താഴെ ഹെർബിവോ ടോട്ടോയ്സ് ഉണ്ട്, ഓംനിവോ ഗെക്കോ, കാർണിവോ സ്നേക്ക്, അതിൻ്റെ പിക്ചറുണ്ട്. സൈഡ് വിൻഡിങ് സ്നേക്ക്, വാക്കിംഗ് ലിസാർഡ്. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ പിക്ചറുണ്ട്. മുകളിൽ കാണുന്ന പിക്ചേഴ്സ്, ഉള്ള പിക്ചേഴ്സ് മാത്രം അവിടെ എഴുതുക. ഇവിടെ പിക്ചേഴ്സ് ഉള്ളത് മുകളിലായിട്ട് എടുത്തെഴുതുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. വാട്ട് ഈസ് സൈഡ് വിൻഡിങ്? 4th ക്വസ്റ്റ്യൻ നമുക്ക് വേണ്ട, ക്യാൻസൽ ചെയ്യാം. ടൈപ്സ് ഓഫ് കോമൺ ഫീച്ചേഴ്സ് ഓഫ് റെപ്റ്റൈൽസ്, അത് വേണ്ട. 5th ക്വസ്റ്റ്യൻ ആയിട്ടുള്ള വാട്ട് ഈസ് സൈഡ് വിൻഡിങ്? എന്താണ് സൈഡ് വിൻഡിങ്? വാട്ട് ഈസ് സൈഡ് വിൻഡിങ്? അപ്പോൾ എന്താണ് നമ്മൾ എഴുതിയെടുക്കുക? ഓക്കെ, അപ്പോൾ എന്താണ് സൈഡ് വിൻഡിങ് എന്ന് പറയുന്നത്? എ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് സ്നേക്സ് ഓൺ സ്മൂത്ത് സർഫസസ്. എന്താണ് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് സ്നേക്സ് ഓൺ സ്മൂത്ത് സർഫസസ്? സ്മൂത്ത് മിനുസമാർന്ന ആ ഒരു പ്രതലത്തിൽ കൂടെയുള്ള പാമ്പിൻ്റെ മൂവിനെയാണ് നമ്മൾ സൈഡ് വിൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇത്ര മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ ഫുൾ ചാപ്റ്റർ നമുക്ക് തീർന്നു. അത് നമ്മൾ പഠിച്ചത് ഇൻസെക്ട്സ് ആണ്, പിന്നെ ഫ്ലൈസ്, റെപ്റ്റൈൽസ്, അവയുടെ ഫുഡ് ഹാബിറ്റ്സ്, മൂവ്മെൻറ്റ്സ്, പിന്നെ അവയെക്കുറിച്ചുള്ള സവിശേഷതകളൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ അത്രയും തീർന്നല്ലോ. അപ്പോൾ അതത്ര എഴുതുക. നമുക്ക് വർക്ക്സ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ലതുപോലെ വായിക്കുക, ഫുള്ളായിട്ടൊന്ന് വായിക്കുക. അതിനുശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 5 ബുക്കിൽ അത് എഴുതുക. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത് നമുക്ക് മാത്സ് ആണ് എടുക്കാനായിട്ടുള്ളത്. മാത്സിൽ പേജ് നമ്പർ 147, മൾട്ടിപ്ലൈങ് 4 ഡിജിറ്റ് നമ്പർ ബൈ 1 ഡിജിറ്റ് നമ്പർ വിത്തൗട്ട് ക്യാരിങ് ആണ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കി, മൾട്ടിപ്ലൈ 2332 ബൈ 3, 2332 ഇൻറ്റു 3 ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കണം, ടീച്ചർ ചെയ്യുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ ആദ്യം ഈ 2 നമ്പർ തമ്മിൽ ചെയ്യും, അതിനുശേഷം ഈ നമ്പർ, പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ നമ്പർ, പിന്നെ ചെയ്യുന്നത് ഈ നമ്പർ. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഫസ്റ്റ് ചെയ്യുന്നത് 2 ഇൻറ്റു 3 ആണ്. അതിനുശേഷം ചെയ്യുന്നത് സെക്കൻഡ് നമ്പറും താഴെയുള്ള ഫസ്റ്റ് നമ്പറും 3 ഇൻറ്റു 3 ആണ്. പിന്നെ ചെയ്യുന്നത് തേർഡ് നമ്പറും താഴെയുള്ള നമ്പറും 3 ഇൻറ്റു 3 ആണ്. പിന്നെ ചെയ്യുന്നത് ഫോർത്ത് നമ്പറും താഴെയുള്ള ആ നമ്പറും 2 ഇൻറ്റു 3 എന്നാണ് ചെയ്യുന്നത്. ഇവിടെ കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് 3 ആണ് അല്ലേ. ഈ 3 കൊണ്ടാണ് നമ്മൾ ഈ 3നെ ഈ 4 നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് വൺസിൻ്റെ പ്ലേസിലുള്ളത്, പിന്നെ സെക്കൻഡ് ടെൻസിൻ്റെ പ്ലേസ്, പിന്നെ ഹൺഡ്രഡ്സിൻ്റെ പ്ലേസ്, പിന്നെ തൗസൻഡിൻ്റെ പ്ലേസ്. അങ്ങനെയാണ് നമ്മൾ
ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. അങ്ങനെ മനസ്സിലായാലോ? മനസ്സിലായി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് 2 × 3. എത്രയാണ് 2 × 3? 2 3s are 6. 6 ആണ് അല്ലേ? 2 3s are 6. Then 3 3s are 9 അല്ലേ? 9 ആണ്. ആ 9 നമ്മൾ ആ ടെൻസിൻ്റെ പ്ലേസിന് താഴെയായിട്ട് എഴുതി. പിന്നെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? 3 3s are വീണ്ടും 3 3s are 9 ആണ്. അത് അടുത്ത പ്ലേസിലേക്ക് 3 3s are എഴുതി. പിന്നെന്താ? 2 3s are അല്ലേ? 2 3s are 6. ആൻസർ എന്ത് കിട്ടി? 6996 നമുക്ക് ആൻസർ ഇവിടെ കിട്ടി അല്ലേ? 6996 എന്ന ആൻസർ നമുക്കവിടെ കിട്ടി. എങ്ങനെയാണെന്ന് മനസ്സിലായോ? 4 ഡിജിറ്റ് നമ്പർ എങ്ങനെയാണ് ചെയ്യുന്നത് ഒന്നുകൂടെ നോക്കാം. ഓക്കെ, 2332 × 3. ഓക്കെ, ഫസ്റ്റ് ചെയ്യേണ്ടത് വൺസിൻ്റെ പ്ലേസിലുള്ള നമ്പർ ആൻഡ് താഴെയുള്ള നമ്പർ. 2 3s are 6. ദെൻ 3 × 3 അല്ലേ? 3 3s are 9. ദെൻ 3 3s are 9. ദെൻ 2 3s are 6. ആൻസർ എന്ത് കിട്ടി? 6996 എന്ന ആൻസർ നമുക്ക് കിട്ടി. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്ലൈയിങ് ബൈ 1 ഡിജിറ്റ് നമ്പർ വിത്ത് ക്യാരിങ്. നമ്മൾ ഈ ചെയ്തതുപോലെ തന്നെ ക്യാരിങ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. നോക്കിയോളൂ. ഫസ്റ്റ് നമ്പർ 1462 × 5 അല്ലേ? അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്? വൺസിൻ്റെ പ്ലേസിലുള്ളതും താഴെയുള്ള നമ്പറും. 2 5s are 10 അല്ലേ? അപ്പോൾ 0 നമ്മൾ 10 എന്ന് കിട്ടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് വൺസിൻ്റെ പ്ലേസ് നമ്പർ താഴെ ചെയ്തതിന് ശേഷം ടെൻസിൻ്റെ പ്ലേസ് നമ്പർ ഇങ്ങോട്ടേക്ക് നമ്മൾ ക്യാരി ചെയ്യും അല്ലേ? ഇനി 6 5s are 30 അല്ലേ? 30 ആണ്. അപ്പോൾ 30 + 1 എന്താ? 31 ആണ് അല്ലേ? 31. അപ്പോൾ നമ്മൾ 1 നമ്മളിവിടെ എഴുതി. 3 മുകളിലേക്ക് നമ്മൾ ക്യാരി ഓവർ ചെയ്തു. അടുത്ത പ്ലേസിലേക്ക് നമ്മൾ ഇങ്ങോട്ട് എഴുതി. ഇനി 4 5s are 20 അല്ലേ? 20 + 3 23 ആണ്. 23 അല്ലേ? അപ്പോൾ 3 നമ്മൾ ഇവിടെ എഴുതിയതിന് ശേഷം 2 നമ്മൾ ഇങ്ങോട്ടേക്ക് ക്യാരി ഓവർ ചെയ്തു. ദെൻ 1 5s are 5. 5 + 2 = 7. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 7310 എന്നുള്ള ആൻസർ നമുക്കവിടെ കിട്ടി അല്ലേ? ആണല്ലോ. താഴെ എങ്ങനെ എഴുതിയിരിക്കുന്നത് ആണ്. അപ്പോൾ ക്യാരി ഓവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? എങ്ങനെയാണ് ഒന്നുകൂടെ നോക്കാം. എങ്ങനെയാണ്? 462 × 5 അല്ലേ? ആണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? വൺസിൻ്റെ പ്ലേസിൽ ഈ 2 നമ്പർ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. 2 5s are 10 എഴുതി. ഇവിടെ 1 നമ്മൾ കൊടുത്തു. ഇനി 6 5s are 30 + 1 32 അല്ലേ? 32. 3 നമ്മളിവിടെ എഴുതി. ഇനി 4 5s are 20 + 3 23. 2 നമ്മളിവിടെ എഴുതി. ഇനി എന്ത്? 1 5s are 5 + 2 = 7 അല്ലേ? ആണല്ലോ. അപ്പോൾ ക്യാരി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? മനസ്സിലായി. ഇനി ദെൻ അടുത്ത എക്സാമ്പിൾ 3 നോക്കുക. എക്സാമ്പിൾ 3 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ 3 നോക്കുക. 2341 × 7 നോക്ക്. 1 7s are 7 അല്ലേ? 7 ആണ്. അപ്പോൾ നമുക്ക് ക്യാരി ഓവർ ചെയ്യാനൊന്നുമില്ല. ഇനി 4 7s are എത്രയാണ്? 4 7 28 അല്ലേ? അപ്പോൾ നമ്മൾ 8 ഇവിടെ എഴുതി. 2 നമ്മൾ മുകളിലേക്ക് എഴുതി. ഇനി 3 7s are 21 21 + 2 23 അല്ലേ? 21 22 23 അല്ലേ? അപ്പോൾ 23-ൽ 3 നമ്മൾ ഇവിടെ എഴുതി. 2 നമ്മൾ മുകളിലേക്ക് ക്യാരി ഓവർ ചെയ്തു. ഇനി 2 × 7 2 7s are 14
14 ആണ് അല്ലേ. 14 + 2 = 16 അല്ലേ. അപ്പോൾ നമ്മൾ വലിയൊരു നമ്പറാണ് കിട്ടിയത് അല്ലേ. 16,387 എന്നുള്ള നമ്പർ നമുക്ക് കിട്ടി. 16,387. അപ്പോൾ 4 ഡിജിറ്റ് അല്ലാണ്ട് 5 ഡിജിറ്റ് നമ്പറോടാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അതാണ് എക്സാമ്പിൾ 3 വന്നിരിക്കുന്നത്. അപ്പോൾ 16,387 എന്നുള്ളതാണ് നമുക്ക് അവിടെ ആൻസർ അവിടെ കിട്ടിയിരിക്കുന്നത് അല്ലേ. ആണ്. അപ്പോൾ മനസ്സിലായോ? ക്യാരി ചെയ്യുന്നതും ക്യാരിങ് അല്ലാണ്ട് ചെയ്യുന്നതും അതുപോലെ 5 ഡിജിറ്റ് നമ്പർ ആൻസർ ആയിട്ട് വരുന്നതും ഒക്കെ മനസ്സിലായല്ലോ. മനസ്സിലായി. ഇനി ഇവിടെ എക്സസൈസ് 4.4 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തരാം, അതും കൂടെ ഒന്ന് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് 6th one 1, 6 ഈ 2 ക്വസ്റ്റ്യൻ ടീച്ചർ പറഞ്ഞു തരുന്നത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഇവിടെ എന്താണ് ടെക്സ്റ്റിൽ ചെയ്യാനായിട്ട് സ്ഥലമുണ്ട്, അപ്പോൾ ടെക്സ്റ്റിൽ അത് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 207 × 8 ആണ് അല്ലേ. 207 × 8 ആണ്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് 0 വന്നിട്ടുണ്ട് ആണല്ലോ. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ 207 × 8 ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് 7 × 8 അല്ലേ. 7 8s are 56 ആണ്. 56. അപ്പോൾ നമ്മൾ 5 ഇവിടേക്ക് നമ്മൾ ക്യാരോ ചെയ്തു ആണല്ലോ. ആണ്. ഇനി 0 × 8. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നുണ്ട് 0ൻ്റെ കൂടെ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ കൂടെ 0 മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും നമുക്ക് കിട്ടുക? 0 എന്നുള്ള ആൻസർ ആയിരിക്കും കിട്ടുക ആണല്ലോ. 0 എന്നുള്ള ആൻസർ ആയിരിക്കും അവിടെ കിട്ടുക, വേറെ ആരും മാറ്റവുമില്ല. 0 എന്നുള്ള ആൻസർ ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മളിവിടെ മുകളിൽ എഴുതിയിട്ടുണ്ടല്ലോ 5 എന്നുള്ള നമ്പർ. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ 2 നമ്പറിനോട് കിട്ടുന്ന നമ്പറിനെ മുകളിലുള്ള നമ്പറുമായി ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. ആഡ് ചെയ്യും ആണല്ലോ. ആണ്. അപ്പോൾ നമുക്കിവിടെ ആൻസർ എന്ത് കിട്ടി? 0 × 8 = 0 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 0 പ്ലസ് നമുക്ക് കിട്ടിയ ആൻസർ 0 + 5 അല്ലേ. 0 + 5 എന്താ നമുക്ക് ആൻസർ കിട്ടുക? 0ൻ്റെ കൂടെ ഏതൊരു നമ്പറിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആ നമ്പർ തന്നെയായിരിക്കും അതിൻ്റെ ആൻസർ വരിക അല്ലേ. ആണ്. അപ്പോൾ നമുക്കിവിടെ എന്താ ആൻസർ കിട്ടി? 5 എന്നുള്ള ആൻസർ നമുക്കവിടെ കിട്ടി അല്ലേ. ഇനി എന്ത് ചെയ്യുക? ബാക്കി ചെയ്യുക. 2 × 8 എത്രയാണ്? 2 × 8 16 അല്ലേ. 16 ആണല്ലോ. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 1656. 0 വന്നപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായോ? 3 ഡിജിറ്റ് നമ്പറാണ് ചെയ്തത്. ഇനി ഒരു 4 ഡിജിറ്റ് നമ്പറോടെ ചെയ്യാം. 6th ക്വസ്റ്റ്യൻ 6 നോക്കി. 2906 × 5 അല്ലേ. ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് 6 5s are 30 ആണ്. 0 നമ്മൾ ഇവിടെ എഴുതി, 3 ഇങ്ങോട്ടേക്ക് ക്യാരി ഓവർ ചെയ്തു. ദെൻ 0 × 5 0 ആൻഡ് 0 ആ ആൻസർ കിട്ടിയ അല്ലേ. 0 × 5 = 0. ഈ കിട്ടിയ ആൻസർ 0 ആണ് നമുക്ക് കിട്ടിയത് അല്ലേ. അപ്പോൾ 0 പ്ലസ് എത്ര കിട്ടി? 3 = 3. ആ 3 നമ്മളിവിടെ അങ്ങോട്ടേക്ക് എഴുതുക. ചെയ്യേണ്ട കാര്യമില്ല. 0യുടെ മുകളിലായി നമുക്ക് ഏത് നമ്പർ ക്യാരി ചെയ്യാൻ വന്നാലും ആ നമ്പർ അതുപോലെ താഴേക്ക് എഴുതുക. അത്രയും മാത്രം ചെയ്താൽ മതി. 0യുടെ മുകളിലുള്ള നമ്പറാണേ, 0യുടെ മുകളിലുള്ള നമ്പർ അതുപോലെ താഴ്ത്തിയും എഴുതിയാൽ മതി. ദെൻ 9 5s are എത്രയാണ്? 9 5s are 45 അല്ലേ. 45. അപ്പോൾ 5 ഇവിടെ എഴുതി, 4 നമ്മളിങ്ങേക്ക് എഴുതി. ദെൻ 2 5s are 10 അല്ലേ. 10 + 4 14. ആൻസർ എന്ത് കിട്ടി? എന്താണ്? 5 ഡിജിറ്റ് നമ്പർ ആണല്ലേ. 14,530 എന്നുള്ള ആൻസർ നമുക്ക് അവിടെ കിട്ടി. അപ്പോൾ അതുപോലെ ബാക്കി 0 ഒക്കെ വരുന്നതുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് 3 ഡിജിറ്റും 4 ഡിജിറ്റും ടീച്ചർ 0 വന്നപ്പോൾ ഉള്ളത് പറഞ്ഞു തന്നത്. അപ്പോൾ അതുപോലെ ബാക്കിയുള്ളത് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറെ വിളിച്ച് ചോദിക്കുക, പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ. താങ്ക് യു. Good morning, dear students. How are you all? I hope you are fine. നമുക്കിന്ന് മലയാളം പഠിച്ചാലോ?
മലയാളത്തിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ പഠിക്കാം. ചാപ്റ്റർ 9 പാത്തുമ്മയുടെ ആട്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതാണ്? പാത്തുമ്മയുടെ ആട്. പാത്തുമ്മയുടെ ആട് എന്ന നോവൽ എഴുതിയത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ് പാത്തുമ്മയുടെ ആട് എന്ന നോവൽ എഴുതിയത്. ആരാണ് എഴുതിയത്? വൈക്കം മുഹമ്മദ് ബഷീർ. പാത്തുമ്മയുടെ ആട്. ഓലമേഞ്ഞ ചെറിയ 2 മുറിയും ഒരടുക്കളയും 2 വരാന്തകളുമുള്ള കെട്ടിടമാണ് എന്റെ വീട്. അതിൽ ആരെല്ലാമാണെന്നോ താമസക്കാർ? ഓലമേഞ്ഞ ചെറിയ 2 മുറിയും ഒരടുക്കളയും 2 വരാന്തകളുമുള്ള കെട്ടിടമാണ് എന്റെ വീട്. അതിൽ ആരെല്ലാമാണെന്നോ താമസക്കാർ? ഓലമേഞ്ഞ ചെറിയ 2 മുറിയും ഒരടുക്കളയും 2 വരാന്തകളുമുള്ള കെട്ടിടമാണ് എന്റെ വീട്. അതിൽ ആരെല്ലാമാണെന്നോ താമസക്കാർ? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട് എന്ന് പറയുന്നത് നമ്മളെ വീടിനെ പോലെ തന്നെ വാർത്ത വീടോ അല്ലെങ്കിൽ ഓടിട്ട വീടോ ഒന്നും അല്ലായിരുന്നു. വാർത്ത വീടൊന്നും അല്ലായിരുന്നു നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട് എന്ന് പറയുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട് എങ്ങനത്തെയായിരുന്നു? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട് ഓലമേഞ്ഞ ചെറിയ 2 മുറിയും ഒരടുക്കളയും 2 വരാന്തകളുമുള്ള കെട്ടിടമായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട് എന്ന് പറയുന്നത്. ഓല മേഞ്ഞിട്ട് 2 ചെറിയൊരു മുറിയും ഒരടുക്കളയും 2 വരാന്തകളുമുള്ള ചെറിയൊരു കെട്ടിടമായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട്. അതിൽ ആരെല്ലാമാണെന്നോ താമസക്കാർ? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഈ വീട്ടിൽ ആരൊക്കെ താമസിക്കുന്നുണ്ടെന്ന് അറിയാമോ? നമുക്ക് നോക്കാം ആരൊക്കെ ഈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഈ ചെറിയ വീട്ടിൽ താമസിക്കുന്നുണ്ടെന്ന്. ആരൊക്കെ താമസിക്കുന്നത്? എന്റെ ഉമ്മ, എന്റെ നേരെ ഇളയവനായ അബ്ദുൽ ഖാദർ, അവന്റെ കെട്ടിയോളായ കുഞ്ഞാനുമ്മ, അവരുടെ ഓമന സന്താനങ്ങളായ പാത്തുക്കുട്ടി, ആരിഫ, സുബൈദ. അബ്ദുൽ ഖാദറിന്റെ ഇളയവനായ ഹനീഫ, അവന്റെ കെട്ടിയോളായ ഐഷോമ, അവരുടെ ഓമന സന്താനങ്ങളായ ഹബീബ് മുഹമ്മദ്, ലൈല, മുഹമ്മദ് റഷീദ്, അനീഫയുടെ ഇളയതായ ആനുമ്മ, അവരുടെ കെട്ടിയോനായ സുലൈമാൻ, അവരുടെ ഓമന സന്താനമായ സയ്യിദ് മുഹമ്മദ്, പിന്നെ എന്റെ എല്ലാത്തിലും ഇളയ അനുജൻ അബൂബക്കർ എന്ന അബു. ഇത്രയും ആണ് മനുഷ്യർ. എന്താണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട്ടിൽ ആരൊക്കെയായിരുന്നു താമസിക്കുന്നത്? എന്റെ ഉമ്മ, എന്റെ നേരെ ഇളയവനായ അബ്ദുൽ ഖാദർ, അവന്റെ കെട്ടിയോളായ കുഞ്ഞാനുമ്മ, അവരുടെ ഓമന സന്താനങ്ങളായ പാത്തുക്കുട്ടി, ആരിഫ, സുബൈദ. അപ്പം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട് എന്ന് പറയുന്നത് എങ്ങനത്തെയായിരുന്നു? ചെറിയ ഒരു ഓലമേഞ്ഞ 2 മുറികളും ഒരടുക്കളയും 2 വരാന്തകളുമുള്ള ഒരു ചെറിയ കെട്ടിടമായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട് എന്ന് പറയുന്നത്. അതിൽ ആരൊക്കെ താമസിക്കുന്നുണ്ടായിരുന്നു? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഉമ്മ താമസിക്കുന്നുണ്ടായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നേരെ ഇളയവനായിട്ടുള്ള അനിയനായിട്ടുള്ള ആരാ? അബ്ദുൽ ഖാദർ താമസിക്കുന്നുണ്ട്. അബ്ദുൽ ഖാദറിന്റെ കെട്ടിയോൾ ആരാണ്? അബ്ദുൽ ഖാദറിന്റെ ഭാര്യയായിട്ടുള്ള കുഞ്ഞാനുമ്മ ഉണ്ട്. പിന്നെ ആരുണ്ട്? അബ്ദുൽ ഖാദറിന്റെയും കുഞ്ഞാനുമ്മയുടെയും മക്കളായിട്ടുള്ള പാത്തുക്കുട്ടി, ആരിഫ, സുബൈദയും ഉണ്ടായിരുന്നു. പിന്നെന്തായിരുന്നു? അബ്ദുൽ ഖാദറിന്റെ ഇളയവനായ ഹനീഫ. പിന്നെ ആരും കൂടി ഉണ്ടായിരുന്നു ആ വീട്ടില്? അബ്ദുൽ ഖാദറിന്റെ ഇളയവനായിട്ടുള്ള ഹനീഫ ഉണ്ടായിരുന്നു. ഹനീഫയുടെ ഭാര്യയായിട്ടുള്ള ഐഷോമ്മ ഉണ്ടായിരുന്നു. ഹനീഫയുടെയും ഐഷോമ്മയുടെയും മക്കളായിട്ടുള്ള ഹബീബ് മുഹമ്മദും പിന്നെ ലൈല, മുഹമ്മദ് റഷീദ് ഉണ്ടായിരുന്നു. പിന്നെ ഹനീഫയ്ക്ക് ഇളയതാരായിരുന്നു? ഹനീഫയ്ക്ക് ഇളയതായിട്ടുള്ള ആനുമ്മ ഉണ്ടായിരുന്നു. ഹനീഫയ്ക്ക് ഇളയതാരായിരുന്നു? ആനുമ്മയായിരുന്നു. ആനുമ്മയുടെ ഭർത്താവായിട്ടുള്ള സുലൈമാൻ ഉണ്ടായിരുന്നു. ആനുമ്മയുടെ സുലൈമാന്റെയും മക്കളായിട്ടുള്ള സയ്യിദ് മുഹമ്മദ് എവിടെ ഉണ്ടായിരുന്നു? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട്ടില് താമസിക്കുന്നുണ്ടായിരുന്നു. ഇത് കൂടാതെ എല്ലാത്തിലും ഇളയ അനുജനായിട്ടുള്ള അബൂബക്കർ എന്ന അബൂബും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഈ ഒരു ചെറിയ വീട്ടില് താമസിക്കുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട് എന്ന് പറയുന്നത് ഓലമേഞ്ഞ 2 മുറിയും ഒരടുക്കളയും 2 വരാന്തയും ഉള്ള ഒരു കെട്ടിടമായിരുന്നു. അതിൽ ആരൊക്കെ താമസിക്കുന്നുണ്ടായിരുന്നു? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഉമ്മയുണ്ടായിരുന്നു.
അദ്ദേഹത്തിന് വൈക്കം മുഹമ്മദ് ബഷീറിന് നേരെ ഇളയവനായിട്ടുള്ള അബ്ദുൽ ഖാദർ താമസിക്കുന്നുണ്ടായിരുന്നു. അബ്ദുൽ ഖാദറിന്റെ ഭാര്യയായ കുഞ്ഞാനുമ്മയും അവരുടെ മക്കളായ പാത്തുക്കുട്ടി, ആരിഫ, സുബൈദ ഇത്രയും പേരും ഉണ്ടായിരുന്നു. ഇത് കൂടാതെ അബ്ദുൽ ഖാദറിന്റെ ഇളയവനായിട്ടുള്ള ഹനീഫയും ഹനീഫയുടെ ഭാര്യയായ ഐഷുമ്മയും അവരുടെ മക്കളായ ഹബീബ് മുഹമ്മദ്, ലൈല, മുഹമ്മദ് റഷീദും ഉണ്ടായിരുന്നു. ഹനീഫയ്ക്ക് ഇളയതായിരുന്നു ആര്? ആനുമ എന്ന് പറയുന്നത്. ഹനീഫയ്ക്ക് ഇളയതായ ആനുമയും ആനുമയുടെ ഭർത്താവായ സുലൈമാനും അവരുടെ മക്കളായ സയ്യിദ് മുഹമ്മദും, ഇതിനൊക്കെ പുറമെ ഏറ്റവും ഇളയ അനുജനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏറ്റവും ഇളയ അനുജനായ അബൂബക്കർ എന്ന അബുവും ആ വീട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ഇവരെ കൂടാതെ ഉണ്ട് സംഭവങ്ങൾ. എവിടുന്നോ വന്ന് കുടിയേറി ഉമ്മയുടെ അഭ്യാർത്ഥികളെ പാർക്കുന്ന പൂച്ചകൾ, അവരെ പേടിച്ച് മറ്റും പുറത്ത് സദാ ഓടി നടക്കുന്ന 900 ഇലികൾ, പുരപ്പുറത്തിരുന്ന് കരഞ്ഞ് ബഹളം കൊടുക്കുന്ന കുറെ ഏറെ കാക്കകൾ, ഇതിനെല്ലാത്തിനും പുറമെ എന്റെ ഉമ്മയുടെ സ്വന്തം വകയും വീട് ഭരിക്കുന്നവരുമായി 100 കോഴികൾ, അവരുടെ എണ്ണമില്ലാത്ത കുഞ്ഞുങ്ങൾ, ഇവരെ റാഞ്ചിക്കൊണ്ട് പോയി ഇന്ന് ജീവിക്കുന്ന എറിയനും പരുന്തും വൃക്ഷങ്ങൾ, ഇവരെ കൂടി ഈ മനുഷ്യരെ കൂടാതെ ഉണ്ടായിരുന്ന ആൾക്കാര് ആരൊക്കെയായിരുന്നു? ഇവരെ കൂടാതെയും ഉണ്ട് സംഭവങ്ങൾ. ഏതൊക്കെയാണ്? എവിടെ നിന്നോ വന്ന് കുടിയേറി ഉമ്മയുടെ അഭ്യാർത്ഥികളായി പാർക്കുന്ന പൂച്ചകൾ, അവരെ പേടിച്ച് മറ്റും പുറത്ത് സദാ ഓടി നടക്കുന്ന 900 എലികൾ ഉണ്ടായിരുന്നു. പിന്നെ ആരുണ്ടായിരുന്നു? പുരപ്പുറത്തിരുന്ന് കരഞ്ഞ് ബഹളം കൂട്ടുന്ന കുറേയേറെ കാക്കകൾ ഉണ്ടായിരുന്നു. ഇതിനെല്ലാത്തിനും പുറമെ എന്റെ ഉമ്മയുടെ സ്വന്തം വകയും വീട് ഭരിക്കുന്നതുമായിട്ടുള്ള 100 കോഴികളും അതിന്റെ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങളെ കോഴിയും റാഞ്ചിക്കൊണ്ട് പോകാനായിട്ട് റാഞ്ചിക്കൊണ്ട് പോയി തിന്ന് ജീവിക്കുന്ന എറിയനും പരുന്തും വൃക്ഷങ്ങളിലും ഇരിപ്പുണ്ടായിരുന്നു. വീട്ടിൽ എപ്പോഴും നല്ല ഹരമാണ്. റഷീദും സുബൈദയും നീതി നടക്കാൻ തുടങ്ങിയിട്ടില്ല. മുലകുടിക്കാത്ത സമയങ്ങളിൽ അവരങ്ങനെ കരയും. നടന്നു തുടങ്ങിയ ആരിഫയും ഒരു കരച്ചിൽ യജ്ഞക്കാരിയാണ്. അവളെക്കാൾ ശകലം പ്രായം കൂടിയ ലൈലയും സയ്യിദ് മുഹമ്മദും നല്ല ഒന്നാം തരം കരച്ചിലുകാര് തന്നെ. അബിയും പാത്തുക്കുട്ടിയും 2 പേരും ഉശിരൻ കരച്ചിലുകാരാണ്, ശാഠ്യക്കാരുമാണ്. കുട്ടികൾ, പൂച്ചകൾ, കോഴികൾ, പെണ്ണുങ്ങൾ, പരുന്തുകൾ, എലികൾ, കാക്കകൾ എല്ലാവരും കൂടി നല്ലൊരു മേളമാണ് സൃഷ്ടിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട്ടിൽ എപ്പോഴും നല്ല ഹരമാണ്. ചന്ത കൂടിയ പോലത്തുള്ള ബഹളമായിരിക്കും എപ്പോഴും ആ വീട്ടിൽ ഉണ്ടാകുക. റഷീദും സുബൈദയും നീതി നടക്കാൻ തുടങ്ങിയിട്ടില്ല. റഷീദയും സുബൈദയും എന്താണ്? നീതി നടക്കാൻ തുടങ്ങിയിട്ടില്ല. ആ കൊച്ചുങ്ങൾ എന്താണ്? നീതി നടക്കാൻ പോലും തുടങ്ങുന്നത് അത്രയും ചെറിയ പ്രായമാണ് ആർക്കുള്ളത്? റഷീദയ്ക്കും സുബൈദയ്ക്കും ഉള്ളത്. അവരെന്ത് ചെയ്യും? അവരെപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇരിക്കും. പിന്നെന്താണ്? നടന്നു തുടങ്ങിയ ആരിഫയും ഒരു കരച്ചിൽ യജ്ഞക്കാരി തന്നെ. ആരിഫ എന്താണ്? ചെറുതായിട്ടൊക്കെ നടന്നു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ആരിഫ എന്താ? ഭയങ്കര കരച്ചിലുകാരിയാണ്. അവളെക്കാട്ടി അല്പം പ്രായം കൂടിയ ലൈലയും സയ്യിദ് മുഹമ്മദും നല്ല ഒന്നാന്തരം കരച്ചിൽക്കാരി തന്നെ. എന്താണ്? ആരിഫയെക്കാട്ടി ഒരല്പം പ്രായം കൂടിയിട്ടുള്ള ലൈലയും സയ്യിദ് മുഹമ്മദും നന്നായിട്ട് കരയുന്ന കുട്ടികൾ തന്നെ ആയിരുന്നു. അബിയും പാത്തുക്കുട്ടിയും 2 പേരും ഉശിരൻ കരച്ചിലുകാരാണ്. അബിയും അതുപോലെ പാത്തുക്കുട്ടിയും എന്താണ്? നന്നായിട്ട് കരയുന്ന കുഞ്ഞുങ്ങളായിരുന്നു. അവരെന്താണ്? പാത്തുക്കുട്ടിയും അബിയും നന്നായിട്ട് കരയുന്നവരായിരുന്നു. അവര് കൂടാതെ നല്ല ശാഠ്യക്കാരാണ്. ശാഠ്യക്കാരെന്ന് വെച്ചാൽ എന്താണ്? നല്ല വാശി പിടിക്കുന്ന ആളുകളുമായിരുന്നു. പാത്തുക്കുട്ടിയും അബിയും എന്താണ്? നല്ല വാശി പിടിക്കുന്ന കുഞ്ഞുങ്ങളും ആയിരുന്നു. കുട്ടികൾ, പൂച്ചകൾ, കോഴികൾ, പെണ്ണുങ്ങൾ, പരുന്തുകൾ, എലികൾ, കാക്കകൾ എല്ലാം കൂടി നല്ലൊരു മേളമാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട്ടില് സൃഷ്ടിക്കുന്നത്. ഈ പറയപ്പെട്ട ബഹളത്തിൽ ഞാൻ നോക്കുമ്പോൾ വന്നിരിക്കുന്നു ഒരാട്. ഇങ്ങനെ ഒരുപാട് ഒത്തിരി ആളുകളും ജീവികളും ഒക്കെ തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട്ടിലുണ്ട്. അപ്പൊ ഇതാ വൈക്കം മുഹമ്മദ് ബഷീർ നോക്കിയപ്പോ ഒരാട് വന്നിരിക്കുന്നത് കണ്ട്. പെണ്ണ് തന്നെ, തവിട്ട് നിറം, നല്ല ചുറുചുറുപ്പുണ്ട്. അത് വെളുപ്പിനെ എന്റെ വീട്ടിൽ വന്ന് അടുക്കളയിൽ കയറി വല്ലതും പ്രാതൽ കഴിക്കും. എന്നിട്ട് പുരയ്ക്കകത്ത് കടന്ന് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ചവിട്ടി അവരെ ഉണർത്തി. മുറ്റത്തിറങ്ങി രാത്രി വീണ പ്ലാവില വളരെ ധൃതിയോടെ തിന്നു തുടങ്ങും. എന്താണ് ഈ ബഹളത്തിനൊക്കിടയില്
വൈക്കം മുഹമ്മദ് ബഷീർ നോക്കുമ്പോ ഒരു ആടിനെ കണ്ട്. ആട് എങ്ങനത്തെയായിരുന്നു? ഒരു പെണ്ണാടായിരുന്നു. ആടിന്റെ നിറം എന്തായിരുന്നു? ഒരു തവിട്ട് നിറമായിരുന്നു ആടിന്റെ നിറം. നല്ല ചുറുചുറുക്കുള്ള ആടായിരുന്നു അത്. അതെന്ത് ചെയ്ത്? അത് വെളുപ്പിനെ എന്റെ വീട്ടിൽ വന്ന് അടുക്കളയിൽ കയറി വല്ലതും പ്രാതൽ കഴിക്കും. ആട് രാവിലെ തന്നെ വന്നിട്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട്ടിലെ അടുക്കളയിൽ കയറിയിട്ട് രാവിലത്തെ ഭക്ഷണം എടുത്ത് കഴിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് പുരയ്ക്കകത്ത് കടന്ന് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ചവിട്ടി അവരെ ഉണർത്തി മുറ്റത്തിറങ്ങി രാത്രി വീണ രാവിലെ വളരെ ധൃതിയോടെ തിന്നു തുടങ്ങും. രാവിലെ തന്നെ ഈ ആട് എന്ത് ചെയ്യും? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട്ടിലെ അടുക്കളയിൽ വന്നിട്ട് രാവിലത്തെ ഭക്ഷണം എടുത്ത് കഴിക്കുകയും അതെന്ത് ചെയ്യും? എന്നിട്ട് പുരയ്ക്കകത്ത് വീട്ടിനകത്ത് ഉറങ്ങിക്കിടക്കുന്ന കൊച്ചുങ്ങളുടെ ദേഹത്ത് ചവിട്ടിക്കൊണ്ട് ആ കൊച്ചുങ്ങളെയൊക്കെ ഈ ആട് ഉണർത്തും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ആട് പുറത്തോട്ട് പോയിട്ട് മുറ്റത്തിറങ്ങിയിട്ട് രാത്രി വീണ് കിടക്കുന്ന പ്രാവിലേക്ക് വളരെ ധൃതിയിലെടുത്ത് കഴിക്കും ഈ ആട്. മുറ്റത്തിന്റെ അരികിലുള്ള പ്ലാവില വൃദ്ധദശിയാണ് കടന്നത്. എത്ര ആടുകൾക്ക് വേണമെങ്കിലും കൊടുക്കാൻ പ്ലാവിലയുമുണ്ട്. ആട് പ്ലാവില എല്ലാം തിന്നു തീർത്തിട്ട് മുറ്റത്തിന്റെ അരികിലുള്ള ചാമ്പങ്ങ എല്ലാം തിന്നും. എന്നിട്ട് മുകളിലേക്ക് നോക്കും. ഇളം ചുവപ്പിൽ മുങ്ങിയ വലിയ മഞ്ഞുതുള്ളികൾ പോലെ പച്ചിലകളുടെ ഇടയിൽ ചാമ്പങ്ങ ഇരുന്നില് പോലെ കിടപ്പുണ്ട്. എന്തു ചെയ്യും? ആട് രണ്ട് പിൻകാലുകൾ ഉയർന്നു നിന്ന് താഴ്ന്ന കൊമ്പിലുള്ള ചാമ്പങ്ങ തിന്നാൻ നോക്കും. എത്തുന്നില്ല. ആരാണ് ഈ ചാമ്പമരത്തിന്റെ താഴ്ന്ന കൊമ്പുകൾ മുകളിലേക്ക് വലിച്ചു കെട്ടിയത്? അങ്ങനെ ഓർത്തു നിൽക്കുമ്പോൾ പഴുത്ത ഒരു പ്ലാവില വീഴും. ആട് മുറ്റത്തേക്ക് ഓടിച്ചെന്ന് അത് നക്കിയെടുത്ത് രുചിയോടെ ചവച്ച് തിന്നും. അപ്പോഴേക്കും ഉമ്മയോ കുഞ്ഞാനുമ്മയോ ഐഷുമ്മയോ ആണുമ്മയോ മുറ്റമടിക്കാൻ ചൂലുമായി വരും. ആട് ഓടി പുരയ്ക്കകത്ത് കയറി അങ്ങനെ പരതി നടക്കും. എന്താണ്? മുറ്റത്തിന്റെ അരികിലുള്ള പ്ലാവ് വൃദ്ധദശ കടന്നതാണ്. മുറ്റത്തിന്റെ അരികിലുള്ള ആ പ്ലാവ് എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള നിൽക്കുന്ന പ്ലാവായിരുന്നു. എത്ര ആടുകൾക്ക് വേണമെങ്കിലും കൊടുക്കാൻ പ്ലാവില ഉണ്ടായിരുന്നു. എത്ര ആടുകൾക്ക് വേണമെങ്കിലും കഴിക്കാൻ ആ പ്ലാവില് രാവിലെ ഉണ്ടായിരുന്നു. ആട് പ്ലാവിലെ എല്ലാം തിന്ന് തീർത്തിട്ട് മുറ്റത്തിന്റെ അരികിലുള്ള ചാമ്പങ്ങ എല്ലാം തിന്നും. എന്നിട്ട് മുകളിലേക്ക് നോക്കും. ഇളം ചുവപ്പിൽ മുങ്ങിയ വലിയ മഞ്ഞുതുള്ളികൾ പോലെ പച്ചിലകളുടെ ഇടയിൽ ചാമ്പങ്ങ ഇരുന്നില് പോലെ കിടപ്പുണ്ട്. എന്തു ചെയ്യും? ആട് രണ്ട് പിൻകാലുകൾ ഉയർന്നു നിന്ന് താഴ്ന്ന കൊമ്പിലുള്ള ചാമ്പങ്ങ തിന്നാൻ നോക്കും. എത്തുന്നില്ല. ആരാണ് ഈ ചാമ്പമരത്തിന്റെ താഴ്ന്ന കൊമ്പുകൾ മുകളിലേക്ക് വലിച്ചു കെട്ടിയത്? അങ്ങനെ ഓർത്തു നിൽക്കുമ്പോൾ പഴുത്ത ഒരു പ്ലാവില വീഴും. എന്താണ്? ആടാണെങ്കിൽ ഈ മുറ്റത്ത് കിടക്കുന്ന പ്ലാവില എല്ലാം തിന്ന് തീർന്ന ശേഷം ചാമ്പങ്ങ തിന്നാൻ തുടങ്ങും. ഈ ആട് നോക്കിയപ്പോ എന്താണ്? ചാമ്പമരത്തിന്റെ താഴ്ന്ന കൊമ്പൊക്കെ മുകളിലോട്ട് വലിച്ച് കിട്ടിയിരിക്കുന്നു. അപ്പൊ എന്താണ്? ആടിങ്ങനെ രണ്ട് കാലൊക്കെ പൊക്കി തിന്നാൻ നോക്കാൻ ശ്രമിച്ചെങ്കിലും നടക്കുന്നില്ല. ആരാണ് ഈ ചാമ്പമരത്തിന്റെ താഴ്ന്ന കൊമ്പുകൾ പിടിച്ച് മുകളിലോട്ട് കെട്ടിയതെന്ന് പറഞ്ഞ് ആലോചിച്ച് നിൽക്കുമ്പോ പെട്ടെന്ന് എന്ത് ചെയ്യും? പ്ലാവിൽ നിന്ന് രാവിലെ താഴോട്ട് വന്ന് വീഴും. അപ്പൊ എന്ത് ചെയ്യും? ആട് മുറ്റത്തേക്ക് ഓടിച്ചെന്ന് അത് നക്കിയെടുത്ത് രുചിയോടെ ചവച്ച് തിന്നും. എന്ത് ചെയ്യും? ആ വീണ പ്ലാവില ഓടി ചെന്നിട്ട് എടുത്ത് കഴിക്കും. അപ്പോഴേക്കും ഉമ്മയോ കുഞ്ഞാനുമ്മയോ ഐഷുമ്മയോ ആനുമ്മയോ മുറ്റം മടിക്കാൻ ചൂലുമായി വരും. ആട് ഓടി പുരയ്ക്കകത്ത് കയറി അങ്ങനെ പഴുതി നടക്കും. അങ്ങനെ ഉമ്മയോ അല്ലെങ്കിൽ കുഞ്ഞാനുമ്മയോ ഐഷുമ്മയോ അതും അല്ലെങ്കിൽ ആനുമ്മയോ മുറ്റം തൂക്കാനായിട്ട് വരുമ്പോ ആട് എന്ത് ചെയ്യും? ഓടി അകത്തോട്ട് പോകും. ഇത് ആരുടെ ആട്? എന്തൊരു സ്വാതന്ത്ര്യമാണ് കാണിക്കുന്നത്! എവിടെയെല്ലാം കയറുന്നു, എന്തെല്ലാം ചെയ്യുന്നു, എന്നിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല. കേൾപ്പോരും കേൾവിയുമില്ലാത്ത വീട്. ഇത് ആരുടെ ആടാണ്? ആടിൽ എന്താ ഇത്ര സ്വാതന്ത്ര്യം കാണിക്കുന്നത്? എവിടെയൊക്കെ ഈ ആട് കയറുന്നത്? എന്തെല്ലാം ഈ ആട് ചെയ്യുന്നു? ചാരി കസേരയിൽ ഞാൻ മുൻവശത്ത് വരാതെ ഇരിക്കുമ്പോൾ മുറിയിൽ ആരോ കടലാസ് വലിച്ചു കീറുന്ന ശബ്ദം കേട്ടു. ഞാൻ ചെറുവാതിലിലൂടെ ഉള്ളിലേക്ക് നോക്കി. അത്ഭുതം! ആ ആട് എന്റെ കിടക്കയിൽ കയറി നിന്നുകൊണ്ട് പുസ്തകം തിന്നുകയാണ്. അപ്പം വൈക്കം മുഹമ്മദ് ബഷീർ ചാരുകസയിൽ ഇരുന്ന് മുൻവശത്ത് വരാതെ ഇരിക്കുമ്പോ എന്തായിരുന്നു? ആരോ കടലാസ് വലിച്ചു കീറുന്ന ഒരു ശബ്ദം കേട്ടു. അദ്ദേഹം എന്ത് ചെയ്തു? ചെറുവാതിലിലൂടെ ഉള്ളിലേക്ക് നോക്കി. എന്താണ് ഈ കടലാസ് വലിച്ചു കീറുന്ന ശബ്ദം എന്ന് നോക്കിയപ്പോ എന്തായിരുന്നു? ആട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കിടക്കയിൽ കയറി നിന്നുകൊണ്ട് പുസ്തകം തിന്നുന്നു. എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടോ? നമുക്കപ്പോ ഈ ചാപ്റ്ററിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കിയാലോ? നമുക്ക് ഫസ്റ്റ് പകരം പദം പഠിക്കാം. സന്താനം. എന്താണ് സന്താനം?
സന്താനം കുട്ടി. സന്താനം എന്താണ്? കുട്ടി. കെട്ടിയോൾ. കെട്ടിയോൾ എന്ന് വെച്ചാൽ എന്താ? ഭാര്യ. കെട്ടിയോൾ എന്ന് വെച്ചാ ഭാര്യ. സന്താനം എന്താ? കുട്ടി. കെട്ടിയോൾ എന്ന് വെച്ചാൽ എന്താ? ഭാര്യ. ശകലം. ശകലം എന്ന് വെച്ചാൽ എന്താ? അല്പം. ശകലം എന്ന് വെച്ചാൽ എന്താ? അല്പം. ശകലം എന്ന് വെച്ചാൽ എന്താ? അല്പം. ശാഠ്യക്കാർ. ശാഠ്യക്കാർ എന്ന് വെച്ചാൽ എന്താ? വാശിക്കാർ. ശാഠ്യക്കാർ എന്ന് വെച്ചാൽ എന്താണ്? വാശിക്കാർ. പ്രാതൽ. എന്താണ് പ്രാതൽ? രാവിലത്തെ ഭക്ഷണം. രാവിലത്തെ ഭക്ഷണം എന്താണ്? പ്രാതൽ. ധൃതിയിൽ. ധൃതിയിൽ എന്ന് വെച്ചാൽ എന്താ? പെട്ടെന്ന്. ധൃതിയിൽ എന്ന് വെച്ചാൽ എന്താ? പെട്ടെന്ന്. സന്താനം എന്താണ്? കുട്ടി. സന്താനം എന്താണ്? കുട്ടി. കെട്ടിയോൾ എന്താണ്? ഭാര്യ. എന്താണ് കെട്ടിയോൾ? ഭാര്യ. ശാഠ്യക്കാർ എന്താണ്? വാശിക്കാർ. പ്രാതൽ എന്താണ്? രാവിലത്തെ ഭക്ഷണം. എന്താണ് പ്രാതൽ? രാവിലത്തെ ഭക്ഷണം. ധൃതിയിൽ. എന്താണ് ധൃതിയില്? പെട്ടെന്ന്. ധൃതി എന്ന് വെച്ചാൽ എന്താ? ധൃതി എന്ന് വെച്ചാൽ പെട്ടെന്ന്. അപ്പൊ ഈ പകരം പദം എല്ലാവരും കോപ്പി ബുക്കിൽ എഴുതിയിട്ട് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. ഈ പകരം പദം പഠിക്കണം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.